സ്വർണത്തിന് 2 ലക്ഷം രൂപ ആയാലും ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിക്കും. അതിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് മാറത്തില്ല. എപ്പോഴും ഒരു നിക്ഷേപമായിട്ടാണ് ആൾക്കാർ സ്വർണത്തിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര വില കൂടിയാലും ജ്വല്ലറിയിലെ ആൾക്കാർക്ക് തിരക്കിന് യാതൊരു കുറവും ഉണ്ടാകത്തില്ല. ഞാൻ എപ്പോൾ പോയാലും എല്ലാ ജ്വല്ലറിയും ഓൾമോസ്റ്റ് ഫുള്ളാണ്. യുദ്ധമല്ല, എന്ത് അടിസ്ഥാനമായാലും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടിയാലും കുറഞ്ഞാലും ഈ കേരളത്തിൽ സ്വർണം വാങ്ങിക്കാൻ എപ്പോഴും മാർക്കറ്റിൽ ആളുണ്ടെന്നാണ് സത്യം. ജനങ്ങൾക്ക് യുദ്ധമുണ്ടായ എന്ത് പ്രശ്നം ഉണ്ടായാലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് സ്വർണ്ണമൊന്നും ബാധിക്കുന്നില്ല. ബിസിനസ് എപ്പോഴും അതുപോലെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വാങ്ങിക്കും ഇപ്പം ആക്ച്വലി ഒരു സേവിങ് എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചു വെക്കുന്നത്. ആക്ച്വലി കോയിനും അങ്ങനെയായിട്ടാണ് നോക്കുന്നത്. ഫ്യൂച്ചറിൽ എനിക്കിപ്പോൾ 2 ആൺകുട്ടികളാണ്, അതുകൊണ്ട് പിന്നെ ഫ്യൂച്ചറിലേക്ക് അവർക്ക് കോയിൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ തോന്നിയിട്ടുണ്ട്, ഇപ്പം കുറഞ്ഞു. ആക്ച്വലി വാങ്ങിക്കുന്ന ടെൻഡൻസി കുറഞ്ഞു. അത്രയും ഏൺ ചെയ്താലേ നമുക്ക് ഇത്രയും ആക്കിയാലല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് മേടിക്കാമായിരുന്നു. ഇപ്പം അതിൻ്റേതായ പിന്നെ മേക്കിംഗ് ചാർജ് അതൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് അല്ലാത്തത് നോക്കും. അതെ, അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒരു പവൻ്റെ മേടിക്കാൻ വരുമ്പോഴത്തേക്ക് അതാ യെസ്. ഇപ്പം ലാസ്റ്റ് ഡേ തന്നെ ഒരു ഗോൾഡ് മേടിക്കുമ്പോഴത്തേക്ക് അത് 1.5 നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. ഇത് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്വർണ്ണമായിരുന്നു, അങ്ങനെ മേടിക്കാൻ വന്നതാണ്. ഇപ്പോഴും അവർ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്തൊന്നും എടുക്കത്തില്ലെന്ന് പറയുന്നത്. ഒരു 11 മണി കഴിയുമ്പോൾ കറക്റ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. മെനഞ്ഞാന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി കുറച്ച് ദിവസത്തേക്ക് സ്വർണം വാങ്ങരുതെന്നൊന്നും പറയത്തില്ല. ഇത് നേരത്തെ കൊടുത്തൊന്ന് പൊട്ടിയ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയത് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി റേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ല. 11 മണി കഴിഞ്ഞാലേ പഴയതും അവരെടുക്കത്തില്ലെന്നും പറയുന്നുണ്ട്, പഴയ സ്വർണവും. ഇല്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സാധനം പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതൊന്നുകൊണ്ട് പുതിയത് മേടിച്ചതാണ്, അല്ലാതെ പുതിയതായിട്ട് മേടിച്ചതല്ല. പഴയ സ്വർണം കൂടെ കൊണ്ടുവന്നാലേ ഇനി അങ്ങോട്ടുള്ള ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയതും അവരെടുക്കത്തില്ലെന്ന് പറയുന്ന എന്തായാലും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അത് ബില്ലിട്ട് വരുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് കൊടുക്കേണ്ട ക്യാഷ് എത്രയാണെന്ന്. നമ്മൾ 2 പവൻ നേരത്തെ സ്വർണ്ണം 2 പവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ സംതിങ് വരുമ്പോൾ 1.25 അകത്തെ പണിയിപ്പിച്ചും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്നും കൊടുക്കുമ്പോൾ അറിയത്തില്ല എങ്ങനെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.